ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എക്കണോമി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, എക്കണോമിക്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് 5 ഇയർ പ്ലാൻസ് ആണ്. നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്ലാനിങ് ഇൻ ഇന്ത്യ എന്നുള്ള പറഞ്ഞിട്ടുള്ള ടോപ്പിക് അറിയാം. എക്കണോമി 15 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ നമ്മുടെ 5 ഇയർ പ്ലാൻസ് 12 5 ഇയർ പ്ലാൻസും പിന്നീട് വരുന്ന നീതി ആയോഗും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിക്കും. കാരണം നമ്മുടെ എക്കണോമിക്സിന്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് കാണുന്ന പാറ്റേൺസ് ഒന്നും തന്നെ ഇല്ല. അതായത് നാഷണൽ ഇൻകം, അതുപോലെ ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വരുന്നില്ല. ഓക്കെ, കൂടുതൽ വരുന്നത് ഇന്ത്യയുടെ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ പ്രീ ഇൻഡിപെൻഡന്റ് സമയത്ത് ഇന്ത്യ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സമയത്ത് എങ്ങനെയായിരുന്നു, പിന്നീട് നമുക്ക് ഫ്രീഡം കിട്ടിയതിനു ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്, ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ത്യനെ ഡെവലപ്പിംഗ് എന്നുള്ള സ്റ്റേജിലേക്ക് എങ്ങനെയാണ് എത്തിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ഇന്ന് 5 ഇയർ പ്ലാൻസ് നോക്കാം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, 5 ഇയർ പ്ലാൻസ് അല്ലെങ്കിൽ എന്താണ് പഞ്ചവത്സര പദ്ധതികൾ, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കൂ, നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ മാക്സിമം കണ്ടന്റ് പഠിക്കണം. ഓക്കെ, അപ്പം എക്സാമിന് ചോദിക്കുക ഒരു പ്രൊവിഷൻ തന്നിട്ട് അത് 5 ഇയർ പ്ലാനിൽ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് അത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് വരുന്നത്. നമ്മുടെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ തന്നെയാണ് മെയിൻസിനും ചോദിക്കുക. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ മാക്സിമം കണ്ടന്റുകൾ നമ്മൾ പഠിക്കണം. ഇപ്പൊ 5 ഇയർ പ്ലാൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻസിൽ എന്തെല്ലാം പദ്ധതികളാണ് വന്നിട്ടുള്ളത്, അവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, ഗ്രോത്ത് റേറ്റ് എത്രയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. സോ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നോക്കാം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ കാലഘട്ടമാണ് പഠിക്കേണ്ടത്. ഓക്കെ, കാലഘട്ടം എന്ന് പറയുമ്പോൾ മിനിറ്റ്, ഓക്കെ, ഇതിന്റെ കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ 1951 to 56 ഇതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, അതിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ 1951 to 56 ആണ്. സോ ഫസ്റ്റ് പോയിന്റ് 1951 to 56, ഇതാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇത് എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാണ്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുത്തത് അഗ്രികൾച്ചറൽ ഗ്രോത്തിനാണ്. ഓക്കെ, എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്, അഗ്രികൾച്ചറൽ ഗ്രോത്ത്. ഓക്കെ, അഗ്രികൾച്ചറൽ ഗ്രോത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ബ്രിട്ടീഷ് എറ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലായത്
ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്, ദാറ്റ് മീൻസ് പ്രീ ബ്രിട്ടീഷ് എറ, ആ ഒരു സമയത്ത് നമുക്ക് അഗ്രികൾച്ചർ ഒക്കെ പ്രൊമിനന്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുമ്പോൾ വേൾഡ് GDP-യിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നായിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവരുടെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കത് പഠിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പെർമനന്റ് സെറ്റിൽമെന്റ്, റായ്ത്തുവാരി, മഹൽവാരി, അങ്ങനെയുള്ള റവന്യൂ പോളിസീസ് കാരണം ഇന്ത്യയിലെ ഒരു കർഷക വിഭാഗത്തിന് ഭയങ്കരമായിട്ടുള്ള ദുരിതം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൃഷി ഒഴിവാക്കിയിട്ട് മറ്റു പല ജോലികളിലേക്കൊക്കെ പോകണ്ടായി. അങ്ങനെ നമ്മുടെ അഗ്രികൾച്ചറിന്റെ ആ ഒരു സമയത്തെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 5 ഇയർ പ്ലാൻസ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുത്തത് നമ്മൾക്ക് ആ ഒരു നഷ്ടപ്പെട്ട നമ്മുടെ അഗ്രികൾച്ചറിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അത് അഗ്രികൾച്ചറൽ ഗ്രോത്തിനാണ് ആദ്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് അവര് ഒരു ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള റോയ് ഹറോഡ്, അതുപോലെ തന്നെ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള FC ഡോമർ, ഓക്കെ, ഇവരുടെ ആശയങ്ങളാണ് ആക്ച്വലി ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹറോഡ്, ഡോമർ, രണ്ട് വ്യക്തികളുടെ ആശയങ്ങളാണ് എടുത്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അറിയപ്പെടുന്നത് ഹറോഡ് ഡോമർ മോഡൽ എന്നാണ്. ഓക്കെ, ഹറോഡ് ഡോമർ മോഡൽ, ഹറോദ് ഡോമർ മോഡൽ എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഹറോദ് ഡോമർ മോഡൽ? ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള റോയ് ഹറോദും അതുപോലെ തന്നെ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള AC ഡോമറും, ഓക്കെ, ഇവര് മുന്നോട്ട് വെച്ച ഒരു ആശയം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഇൻവെസ്റ്റ്മെന്റിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഗവൺമെന്റ് സ്പെൻഡിങ് വേണ്ടെന്നല്ല, പക്ഷെ ഗവൺമെന്റ് സ്പെൻഡിങ് നമ്മൾ കുറച്ചുകൊണ്ട് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗ്രോത്ത് റേറ്റ് കൂടുന്നുള്ളൂ. നേരെ മറിച്ച് ഗവൺമെന്റ് ഇറ്റ്സെൽഫ് കുറെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കുറയാണ് ചെയ്യുന്നത്. എന്നാൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് കൂട്ടാൻ പറ്റും, രാജ്യത്തിന്റെ സേവിങ്സ് കൂട്ടാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാനും പറ്റും, വിച്ച് വിൽ ഫർദർ ബൂസ്റ്റ് അവർ ഗ്രോത്ത്. ഇതാണ് ഹറോദ് ഡോമർ മോഡൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഗവൺമെന്റ് സ്പെൻഡിങ് കുറച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കുമ്പോൾ എന്താ, നമുക്ക് അത്രയും റീസോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ GDP അല്ലെങ്കിൽ നമ്മുടെ മണി എന്ന് പറയുന്നത് അവിടെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലൂടെ എന്ത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഹറോദ് ഡോമർ മോഡൽ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അവർ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ അത് കൊള്ളാം, നല്ലൊരു പദ്ധതിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഹറോദ് ഡോമർ മോഡൽ ഇവർ അഡോപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഫസ്റ്റ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രൊജക്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്കറിയാം പ്രധാനമന്ത്രി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ആശയങ്ങളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളും രണ്ടാമത് ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങളും. ഓക്കെ, ഇപ്പൊ സോഷ്യലിസ്റ്റ് ആശയം എന്ന് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ USSR എടുക്കാം. അവിടെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഗവൺമെന്റ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെ? സിറ്റിസൺസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക്സ് നെസസിറ്റീസും അവിടെ ഗവൺമെന്റ് ആണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നു, അല്ലെ? സോഷ്യലിസം എന്നാണ് പറയാ. അതായത് ഗവൺമെന്റ് സിറ്റിസൺസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പക്ഷെ അവിടെ എന്താണ് പ്രശ്നം? അവിടെ എല്ലാവരും ഈക്വൽ ആയിട്ടാണ് കാണാം, അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രസ്സ് കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരേ ഡ്രസ്സ്, ഒരു യൂണിഫോം പോലെ. ഓക്കെ, ഫുഡ് ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഫുഡ്. അങ്ങനെ എന്താണ്, എല്ലാവരും ഈക്വൽ ആണ്. ഗവൺമെന്റ് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, പക്ഷെ എന്താണ്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കത്തുള്ളൂ. എന്നാൽ ക്യാപിറ്റലിസം അതിലെന്താ പറയുന്നത്? ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് കുറച്ചുകൊണ്ട് പ്രൈവറ്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ USA, അമേരിക്ക, അല്ലെ? ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് പ്രിൻസിപ്പിളും തമ്മിലൊരു ചോയ്സ് വന്ന സമയത്ത് ഇന്ത്യ ഇതിലേത് ചൂസ് ചെയ്യും എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആക്ച്വലി സോഷ്യലിസം ചൂസ് ചെയ്തില്ല, ക്യാപിറ്റലിസം ചൂസ് ചെയ്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് എലമെന്റ്സ് നമ്മൾ എടുത്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഒരു സമയത്ത് പ്രൊമോട്ട് ചെയ്ത ഒരു ഐഡിയ ആണ് മിക്സഡ് എക്കോണമി. ഓക്കെ, മിക്സഡ് എക്കോണമി. ഓക്കെ, ദാറ്റ് മീൻസ് ഇന്ത്യ ഓപ്റ്റഡ് മിക്സഡ് എക്കോണമി ഫ്രം ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇറ്റ് സെൽഫ്, അല്ലെ? അപ്പൊ ഫസ്റ്റ് 5 ഇയർ പ്ലാനോട് കൂടി നമ്മൾ എന്ത് ചെയ്തു? മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞ മോഡല് അഡോപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തില് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെഹ്റു പറഞ്ഞു, നമുക്ക് ഇനി എന്ത് ചെയ്യണം? അണക്കെട്ടുകള്, ഡാംസ് ഒക്കെ എന്ത് ചെയ്യണം? നമുക്ക് സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, അണക്കെട്ടുകൾ ഇന്ത്യയുടെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറയുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം, ആരാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അന്ന് നെഹ്റു ആണ് അങ്ങനെ പറഞ്ഞത്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞു. ഒരുപാട് റിവർ വാലി പ്രൊജക്റ്റും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? റിവർ വാലി പ്രൊജക്ട്സ്. റിവർ വാലി
പ്രൊജക്ട്സ്. ഓക്കെ, അപ്പൊ റിവർ വാലി പ്രൊജക്ടുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫോം ചെയ്തു. അപ്പൊ പ്രധാനപ്പെട്ട റിവർ വാലി പ്രൊജക്ടുകൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റിവർ വാലി പ്രൊജക്ടുകൾ? ഒന്ന് ബക്രാനങ്കൽ. ബക്രാനങ്കൽ ബക്രാനങ്കൽ പ്രൊജക്ട്. അതുപോലെ തന്നെ എന്താണ് ഹിരാക്കുഡ്. ഹിരാക്കുഡ്. ദെൻ ദാമോദർ വാലി. ഇതാണ് അന്ന് ഫോം ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട റിവർ വാലി പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നീ പ്രൊജക്ടുകൾ ഈ സമയത്ത് ഫോം ചെയ്തു. ഓക്കെ, കൂടാതെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് IITs. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ 5 IITs ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. 5 IITs ഫോം ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു? UGC ഫോം ചെയ്തു. UGC ഫോം ചെയ്ത ഡേറ്റ് നോക്കുവാണെങ്കിൽ 1953 ഡിസംബർ 28-നാണ് UGC ഫോം ചെയ്തത്. ഓക്കെ, അങ്ങനത്തെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ഓക്കെ, സോ അതിന്റെ പേരാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു കൺട്രോൾ ദ പോപ്പുലേഷൻ. ഓക്കെ, ടു കൺട്രോൾ ദ പോപ്പുലേഷൻ. എന്നാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വന്നത്? 1952 ഒക്ടോബർ 2. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വന്ന ഡേറ്റ് എക്സാമിന് ചോദിക്കും. ഓക്കെ, 1952 ഒക്ടോബർ 2-നാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വന്നത്. ഓക്കെ, ദെൻ ഈ ഒരു പ്ലാന് പ്രധാനമായിട്ടും ഫോക്കസ് കൊടുത്തത് അഗ്രികൾച്ചറിനാണെന്ന് പറഞ്ഞു. അഗ്രികൾച്ചർ കൂടാതെ ഈ ഒരു പ്ലാൻ ഫോക്കസ് കൊടുത്തത് സോയിൽ കൺസർവേഷൻ, അതുപോലെ തന്നെ എന്താണ് സ്മാൾ ബിസിനസ്, ചെറിയ ചെറിയ ബിസിനസ്സുകൾ, സ്മാൾ ബിസിനസ് ട്ടോ, സ്മാൾ ബിസിനസ്. അതുപോലെ തന്നെ എന്താണ് പബ്ലിക് റീസോഴ്സ്. ഓക്കെ, അപ്പം അഗ്രികൾച്ചർ ഗ്രോത്ത്, സോയിൽ കൺസർവേഷൻ, സ്മാൾ ബിസിനസ്, പബ്ലിക് റീസോഴ്സ് എന്നിവയ്ക്കെല്ലാം തന്നെ പ്രാധാന്യം കൊടുത്തിരുന്നു. ഓക്കെ, നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലാണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട്. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് നിലവിൽ വന്നു. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1951-ലാണ് വരുന്നത് കേട്ടോ. 1951-ലാണ് വരുന്നത്. അതുപോലെ തന്നെ 1953-ൽ എന്ത് സംഭവിച്ചു? എസ്റ്റേറ്റ് ഡ്യൂട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. എസ്റ്റേറ്റ് ഡ്യൂട്ടി ഇൻട്രൊഡ്യൂസ്ഡ്. എസ്റ്റേറ്റ് ഡ്യൂട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്? 1953-ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൂടാതെ വില്ലേജ് ആൻഡ് സ്മാൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കമ്മിറ്റിയും സ്ഥാപിച്ചു. വില്ലേജ് ആൻഡ് സ്മാൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കമ്മിറ്റി. വില്ലേജ് ആൻഡ് സ്മാൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കമ്മിറ്റി സ്ഥാപിച്ചു. 1955-ലാണ് സ്ഥാപിച്ചത്. ഓക്കെ, ഇതിന് കാർവേ കമ്മിറ്റി എന്നൊരു പേരും ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് പിന്നീട് എന്തറിയപ്പെട്ടു? കാർവേ കമ്മിറ്റി. സോ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് കാർവേ കമ്മിറ്റി. കാർവേ കമ്മിറ്റി എന്നും ഇത് അറിയപ്പെട്ടു. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പ്രാധാന്യം കൊടുത്തത് അഗ്രികൾച്ചർ, ഗ്രോത്ത്, സോയിൽ കൺസർവേഷൻ, സ്മാൾ ബിസിനസ്, പബ്ലിക് റിസോഴ്സ് എന്നിവയ്ക്കായിരുന്നു. അതിൽ തന്നെ മേജർ ഇമ്പോർട്ടൻസ് കൊടുത്തത് അഗ്രികൾച്ചറിനാണ്.
പിന്നെ അത് ഹറോദ് തോമർ മോഡൽ എന്നാണ് അറിയപ്പെട്ടത്. മിക്സഡ് എക്കണോമി പ്രൊമോട്ട് ചെയ്തൊരു മോഡലും കൂടിയായിരുന്നു. റിവർ വാലി പ്രൊജക്ട് ആയിട്ടുള്ള ബക്രാനങ്കൽ, ഹിരാക്കുണ്ട്, ദാമോദർ വാലി പ്രൊജക്ടുകൾ നിലവിൽ വന്നു. ഇന്ത്യയിൽ 5 IIT സ്ഥാപിച്ചു. UGC ഫോം ചെയ്തു എന്നാണ് 1953 ഡിസംബർ 28-ന്. പിന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നു. അത് 1952 ഒക്ടോബർ 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. പോപ്പുലേഷൻ കൺട്രോൾ ആയിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951 വന്നു. അതുപോലെ തന്നെ എസ്റ്റേറ്റ് ഡ്യൂട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1953-ലാണ്. വില്ലേജ് ആൻഡ് സ്മാൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കമ്മിറ്റി 1955 വന്നു. ഇതാണ് കാർവേ കമ്മിറ്റി എന്ന പേരിൽ പ്രസിദ്ധമായത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൽ തന്നെ നിങ്ങൾ പഠിക്കാം ഈ ഒരു ഫസ്റ്റ് 5 ഇയർ പ്ലാൻസിന്റെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തിയുടെ പേര് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ആരാണ്? KN രാജ് കേട്ടോ. KN രാജ്. KN രാജാണ് എന്ത് ആമുഖം എഴുതിയത്. KN രാജാണ്. ഈ ഒരു ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ ചെയർപേഴ്സൺ ആരായിരിക്കും? നെഹ്റു ആണ്. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കേണ്ടത് വൈസ് ചെയർപേഴ്സൺ ആണ്. വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഓക്കെ, ദെൻ ഇത് പ്രസന്റ് ചെയ്ത ആരാണ്? പ്രസന്റഡ് ബൈ നെഹ്റു. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇനി ഇതിലെ ഒരു പോയിന്റ് കൂടെ നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനിന്റെ ടാർഗറ്റ്. ഓക്കെ, ഇവര് ടാർഗറ്റ് ചെയ്തത് ആക്ച്വലി അറൗണ്ട് 2. ഒരു പ്ലാൻ ടാർഗറ്റ് ചെയ്തത് 2.1% ഗ്രോത്ത് ആയിരുന്നു. ഓക്കെ, 2.1% ഗ്രോത്ത് റേറ്റ് ആണ് ടാർഗറ്റ് ചെയ്തത്. എന്നാൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ അറൗണ്ട് 3.6% ഓഫ് GDP കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ GDP-യുടെ 2.1 ടാർഗറ്റ് ചെയ്തു, എന്നാൽ 3.6% കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ ഒരു സക്സസ് പ്ലാൻ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇത്രയും പോയിന്റ് മാത്രമാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1951 to 56 ആണ്. അഗ്രികൾച്ചർ ഗ്രോത്തിന് പ്രാധാന്യം കൊടുത്തു. കൂടെ തന്നെ സോയിൽ കൺസർവേഷൻ, അതുപോലെ തന്നെ സ്മാൾ ബിസിനസ്, പബ്ലിക് റിസോഴ്സ്, ഇതിനെല്ലാം തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഹറോദ് തോമർ മോഡൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താ ഞാൻ പറഞ്ഞു. 1939 ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള സർ റോയ് ഹറോദും 1946 അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള എവ്സെ ദോമറും കൂടിയിട്ട് ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് അവർ പറഞ്ഞ എന്താണ്, ഗവൺമെന്റ് സ്പെൻഡിങ് കുറച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് കൂട്ടുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, രാജ്യത്തിന്റെ GDP ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയാണ് നമുക്കൊരു ഡെവലപ്ഡ് നേഷൻ ആയിട്ട് മാറാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മോഡൽ നല്ലതായി തോന്നുകയും ഈ മോഡൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹറോദ് തോമർ മോഡൽ എന്ന് അറിയപ്പെട്ടത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് റിവർ വാലി പ്രൊജക്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ബക്രാനങ്കൽ പ്രൊജക്ട്, ഹിരാക്കുണ്ട്, ദാമോദർ വാലി പ്രൊജക്ട് എക്സെട്ര. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു സംഭവം വന്നിട്ടുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. തോട്ടപ്പള്ളി സ്പിൽവേ. ഓക്കെ, തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേ വന്നു, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ റിവർ വാലി പ്രൊജക്ട് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എന്താണ് കേരളത്തിൽ വന്നതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ വന്നു. ദെൻ UGC നിലവിൽ വന്നു. 1953 ഡിസംബർ 28-നാണ് UGC നിലവിൽ വരുന്നത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നിലവിൽ വരുന്നത് 1952 ഒക്ടോബർ 2-നാണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? KN രാജ്. ഓക്കെ, ദെൻ ഇവിടെ വൈസ് ചെയർപേഴ്സൺ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ഓക്കെ, ഇത് പ്രസന്റ് ചെയ്തത് ആരാണ്? അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട്, അതിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. അതിന് ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 2.1% ഓഫ് ദി GDP ആയിരുന്നു. എന്നാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3.6% ഓഫ് GDP ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സക്സസ്ഫുൾ പ്ലാൻ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ,
ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ഇത് ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശ്രേയ ക്ലിയർ. ഓക്കെ, ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കഴിഞ്ഞു കേട്ടോ. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ നമ്മൾ പറയാനുണ്ട്. അതായത് കുറച്ച് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ്, എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ഡേറ്റുകളാണ്. അതായത് 90 മിനിറ്റ് 90-50 മാർച്ച് 15. ഓക്കെ, അപ്പൊ 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, 1950 മാർച്ച് 15 ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, എനിക്കെന്തോ ഓക്കെ, എന്തോ ഒരു കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട്. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പം പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഒരു 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നമുക്കത് എക്സാക്ട്ലി ഇനി പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു എന്ന് നമുക്ക് എക്സാക്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ അതൊരു 1951 ആണ് കേട്ടോ. 1951 തൊട്ട് എന്ത് സംഭവിച്ചു? ഇത് നിലവിൽ വന്നു. ഏകദേശം ഡേറ്റ് നോക്കുവാണെങ്കിൽ 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ദെൻ 1951 തൊട്ട് നിലവിൽ വന്നു. ഇനി അവരാണ് നമ്മുടെ ഈ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1952 52 കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 6 NDC രൂപീകരിക്കുന്നത്. ഓക്കെ, NDC എന്താ NDC? NDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഓക്കെ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിച്ചു. ഓക്കെ, അപ്പൊ NDC രൂപീകരിക്കുന്നത് 1952 ഓഗസ്റ്റ് 6 എന്താണ് NDCയുടെ റോള്? NDCയുടെ റോൾ എന്താ? ഇന്ത്യയിലെ 5 ഇയർ പ്ലാൻസിന് വേണ്ട അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണ് NDCയുടെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ 5 ഇയർ പ്ലാൻസിന് അപ്രൂവൽ കൊടുക്കുന്നത് ആരാണ്? NDC ആണ്. സോ NDCയുടെ റോളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. NDCയുടെ റോൾ എന്താണ്? ഓക്കെ, അപ്രൂവൽ ഓഫ് അപ്രൂവൽ ഓഫ് 5 ഇയർ പ്ലാൻസ് ആണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1952 ഓഗസ്റ്റ് 6 NDC വന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞു 1951 തൊട്ടിട്ട് എന്താണ് നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. തുടർന്ന് 51 തൊട്ട് അത് നിലവിൽ വന്നു. തുടർന്ന് എന്താണ് 51 to 56 നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാനിന് അപ്രൂവൽ കൊടുക്കാൻ NDC അപ്പൊ അവിടെ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? NDC 1952 ഓഗസ്റ്റ് 6 ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻസിന് അപ്രൂവൽ കൊടുത്തത് തുടക്ക കാലഘട്ടങ്ങളിൽ ആരാണ്? പാർലമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, സോ ഇന്ത്യാസ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ് വാസ് സബ്മിറ്റഡ് ടു പാർലമെന്റ് ഫോർ അപ്രൂവൽ. ഓക്കെ, സോ പ്രിയർ ടു ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ in 1951
കാരണം എന്താണ്? ബിക്കോസ് NDC വാസ് ഫൗണ്ടഡ് ഇൻ 1952. ഓക്കെ, ആൻഡ് ഇറ്റ് സെർവ്ഡ് ആസ് എൻ അപ്പെക്സ് ബോഡി ഫോർ അപ്രൂവിംഗ് 5-year പ്ലാൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ എന്താണ്? ഇതൊരു അപ്പെക്സ് ബോഡിയാണ്. ഇവരെന്ത് ചെയ്യുന്നു? 5-year പ്ലാൻസിന് വേണ്ട അപ്രൂവലും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. എന്നാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ എന്തായിരുന്നു? പാർലമെന്റ് ആണ് അപ്രൂവൽ കൊടുത്തത്. കാരണം NDC രൂപീകരിച്ചത് 1952 August 6-നാണ്. ഓക്കെ, ആ സമയത്ത് എന്തില്ല? നമ്മുടെ NDC ഇല്ല. ദാറ്റ് മീൻസ് 5-year പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ NDC ഇല്ല. അപ്പൊ ആ ഇനീഷ്യൽ ടൈമിൽ ഇതിന് വേണ്ട അപ്രൂവൽ കൊടുത്തത് പാർലമെന്റ് ആയിരുന്നു. ഇങ്ങനെയുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ടുകൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ട്രിക്കി ആയിട്ടുള്ള ഫാക്ടുകളാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ NDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ഓർഗൻ ആണോ എന്നുള്ള കാര്യം കൂടെ നോക്കണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കാം, NDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NDC ഈസ് നോട്ട് ആൻ ഓർഗൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. NDC ഒരിക്കലും ഒരു പ്ലാനിംഗ് കമ്മീഷന്റെ ഓർഗൻ ഒന്നുമല്ല. കാരണം എന്താണ്? ബോത്ത് NDC ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻസ് ആർ അഡ്വൈസറി ബോഡി. ഓക്കെ, അപ്പൊ എന്താണ്? ബോത്ത് ആർ അഡ്വൈസറി ബോഡീസ്. അവരുടെ റോൾ എന്താണ്? ജസ്റ്റ് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഫാക്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. 1950 March 15 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നു. ഓക്കെ, ദെൻ ഈ ഒരു NDC വരുന്നത് എന്നാണ്? 1952 August 6-നാണ് വരുന്നത്. ഓക്കെ, ദെൻ NDC ഒരു പ്ലാനിംഗ് കമ്മീഷന്റെ ഓർഗൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും അഡ്വൈസറി ബോഡീസ് മാത്രമാണ്. ഇനി NDCയുടെ ഫസ്റ്റ് ചെയർമാൻ ആരായിരിക്കും? ഫസ്റ്റ് ചെയർമാൻ ഓഫ് NDC ആരായിരിക്കാനാണ് സാധ്യത? യെസ്, നെഹ്റു ആണ് കേട്ടോ, നെഹ്റു ആണ്. അതുപോലെ തന്നെ NDCയുടെ രൂപീകരിച്ചത് 1952 August 6 ആണെങ്കിലും ഇതിന്റെ ഫസ്റ്റ് കോൺഫറൻസ് നടന്നത് കോൺഫറൻസ് ഓഫ് NDC എന്നാണ്? അത് November 1952 ആണ്. ഓക്കെ, ഇവരാണ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി NDC ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷൻ 2014 കൂടി അവസാനിച്ചു. കാരണം എന്താണ്? ഇനി അങ്ങോട്ട് നീതി ആയോഗിന്റെ കാലഘട്ടമാണ് അല്ലെ. 2015 January 1 നീതി ആയോഗ് ഫോം ചെയ്തു. ഓക്കെ, പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ ഓക്കെ പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. 2014 കൂടി പ്ലാനിംഗ് കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞു. 2015 നമ്മുടെ January 1 തൊട്ട് നീതി ആയോഗ് വന്നു. അതായത് 12ാമത്തെ 5-year പ്ലാൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നീതി ആയോഗാണ്. എന്നാൽ NDC ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ NDC ഇപ്പോഴും ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നത് ഇപ്പൊ ആരാണ്? നീതി ആയോഗിന്റെ ഗവർണിംഗ് കൗൺസിലാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത്. NDC പക്ഷെ പിരിച്ചുവിട്ടിട്ടൊന്നുമില്ല. ഓക്കെ, അവരുടെ വർക്കിംഗ് ഇപ്പൊ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഓക്കെ, കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നീതി ആയോഗിന്റെ ഗവർണിംഗ് കൗൺസിൽ ആണ് എന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് എലിമിനേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം പോയിന്റുകൾ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പോയിന്റ് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, യെസ്, അപ്പം അതൊന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഇവിടെ NDCയുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് 5-year പ്ലാൻ കഴിഞ്ഞു. പിന്നെ NDCയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് 5-year പ്ലാൻ ആണ്, രണ്ടാമത്തത്. ഓക്കെ, സോ സെക്കൻഡ് 5-year പ്ലാൻ, സെക്കൻഡ് 5-year പ്ലാൻ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ സെക്കൻഡ് 5-year പ്ലാൻ നോക്കുവാണെങ്കിൽ ഇത് അറിയപ്പെടുന്നത് നെഹ്റു മെഹലനോബിസ് സ്ട്രാറ്റജി എന്നാണ്. ഓക്കെ, നെഹ്റു
മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. ഓക്കെ, നെഹ്റു മഹലനോബിസ് മോഡൽ അല്ലെങ്കിൽ എന്താണ് മഹലനോബിസ് മോഡൽ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ്. ഓക്കെ, ഈ ഒരു പ്ലാൻ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുത്തത് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. സോ ദിസ് പ്ലാൻ ഗിവ് ഹൈ പ്രയോറിറ്റി ടു ദ ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ, സോ ഹൈ പ്രയോറിറ്റി എന്തിനു കൊടുത്തു? ഇൻഡസ്ട്രിയലൈസേഷന് കൊടുത്തു. ഇൻഡസ്ട്രിയലൈസേഷന് ഹൈ പ്രയോറിറ്റി കൊടുത്തു. ഓക്കെ, ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ഇൻഡസ്ട്രീസിനാണ് അവർ പ്രാധാന്യം കൊടുത്തത് കേട്ടോ. ബേസിക് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് രണ്ടുമുണ്ട്. ബേസിക് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ്. ഓക്കെ, ബേസിക് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയലൈസേഷന് പ്രാധാന്യം കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുള്ള കുറച്ച് റിസർച്ച് ഏജൻസീസ്, അതുപോലെ തന്നെ എന്താണ് ചില സ്റ്റീൽ പ്ലാന്റുകൾ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ ഹെവി ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല എല്ലാം വരുന്നത് ഈ ഒരു സമയത്താണ്. കൂടാതെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് വരുന്ന ഈ സമയത്താണ്. ഇതെല്ലാം ഈ ഒരു പ്ലാനിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. പ്രധാനപ്പെട്ട 3 സ്റ്റീൽ പ്ലാന്റുകൾ വന്നു. സ്റ്റീൽ പ്ലാന്റ്സ് 3 എണ്ണമാണ് വന്നത്. 3 സ്റ്റീൽ പ്ലാന്റ്സുകൾ ഏതൊക്കെയാന്നുള്ളത് എക്സാമിന് ചോദിക്കും. ഓക്കെ, ഒന്നാമത്താണ് ദുർഗാപൂർ, രണ്ടാമത്തതാണ് ഭിലായ്, ഓക്കെ, പിന്നെ എന്താണ് റൂർക്കേല. അതിൽ ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. ദെൻ ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡ്. ദെൻ റൂർക്കേല എവിടെയാണ്? ഒഡീഷ. ഇനി അടുത്ത് ചോദിക്കുക, ഈ ദുർഗാപൂർ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത് ആരാണ്? ബ്രിട്ടൻ ആണ് സഹായിച്ചത്. അതുപോലെ തന്നെ ഭിലായ് പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത് ആരാണ്? റഷ്യ. അതുപോലെ തന്നെ റൂർക്കേല, ഒഡീഷയിലെ റൂർക്കേല ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത് ജർമ്മനി. ഓക്കെ, ജർമ്മനി. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയാസ് ഏതാന്നുള്ളതും എക്സാമിന് ചോദിക്കും. ഓക്കെ, സോ ഫോക്കസ് ഓഫ് ദിസ് പ്ലാൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് പ്രാധാന്യം കൊടുത്തത്. ഇതൊക്കെ കീവേഡുകളാണ്. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ തന്നെ എന്താണ് സെൽഫ് റിലയൻസ്. സെൽഫ് റിലയൻസ്, അതുപോലെ തന്നെ ഹെവി ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി. അപ്പം റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, സെൽഫ് റിലയൻസ്, ഹെവി ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി. ഓക്കെ, അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് എന്താണ് ഒരു സ്വയം പര്യാപ്തത കൈവരിക്കണം അല്ലെ, അതാണ് സെൽഫ് റിലയൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഇവർ മേജർ ആയിട്ട് ഉള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് കൊണ്ടുവന്നത്. കാരണം നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. സോ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റും. ഇതാണ് അവരുടെ മേജർ ഫോക്കസ് ഏരിയസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്ലാനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു. കൂടാതെ തന്നെ എന്ത് ഫോം ചെയ്തു? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഫോം ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേ ആക്ട് വരുന്നുണ്ട്. ഓക്കെ, നാഷണൽ ഹൈവേ ആക്ട് 1956. നാഷണൽ ഹൈവേ ആക്ട് വരുന്നത് 1956-ലാണ്. എന്നാൽ നാഷണൽ ഹൈവേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 5th 5 ഇയർ പ്ലാനിലാണ്. നമ്മളത് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്നാലും ഓർത്ത് വെക്കുക, നാഷണൽ ഹൈവേ ആക്ട് വന്നത് 1956-ലാണ്. എന്നാൽ നാഷണൽ ഹൈവേ സിസ്റ്റം വന്നിരിക്കുന്നത് 5th 5 ഇയർ പ്ലാനിലാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ
നമ്മൾ ഇതുപോലെ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ ഇന്ത്യയുടെ അന്നത്തെ പ്രധാന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയില് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ ഹൈ ആയിരുന്നു. ഓക്കെ, ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് മറ്റുള്ള പ്രദേശങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ ഹൈ ആ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിലായി നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്തിട്ട് കുറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇത് പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെലവ് ചുരുങ്ങിയ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പൈസ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവർ നാഷണൽ ഹൈവേ ആക്ട് 1956 കൊണ്ടുവന്നത്. എന്നാൽ ഇതിന്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേ സിസ്റ്റം ഡെവലപ്പ് ആവുന്നത് 5th പ്ലാനോട് കൂടിയാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം, മാറിപ്പോവരുത്. നാഷണൽ ഹൈവേ ആക്ട് 1956 സെക്കൻഡ് 5-year പ്ലാൻ, എന്നാൽ നാഷണൽ ഹൈവേ സിസ്റ്റം 5th 5-year പ്ലാൻ. ഓക്കെ, ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് വളരെ കുറവായിരുന്നു. ഓക്കെ, എന്നാൽ നമ്മൾ നന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ കാര്യത്തിലും നമ്മൾ എന്താണ് മറ്റു രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് ധാരാളമായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ കയ്യിലുള്ള ഫോറിൻ മണി മൊത്തമായിട്ട് പുറത്തേക്ക് പോവാണ്. ഓക്കെ, എന്നാൽ നമ്മൾ ഒന്നും തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നില്ല താനും. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുന്നത് വളരെ തുച്ഛമായ എമൗണ്ടിലാണ്. അപ്പൊ എക്സ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇന്റർനാഷണൽ മണി നമ്മുടെ രാജ്യത്തേക്ക് എത്തുള്ളൂ. അപ്പൊ ഇവർക്ക് മനസ്സിലായി നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഹൈ ഇമ്പോർട്ട് കുറയ്ക്കണം. അപ്പൊ ഈ ഒരു പ്ലാനിങ്ങിൽ അവർ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച മറ്റൊരു ആശയമാണ് റെഡ്യൂസിങ് ഓഫ് ഇമ്പോർട്ട്. ഓക്കെ, ഇമ്പോർട്ട് കുറയ്ക്കണം. റെഡ്യൂസ് ഇമ്പോർട്ട്. അപ്പൊ ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, ഇമ്പോർട്ടിന്റെ മേലെ ഹൈ ടാക്സ് വെച്ചു. ഒരു സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ല നികുതി ചുമത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ഇമ്പോർട്ട് അവിടെ കുറയും. ഓക്കെ, സോ അതിനു വേണ്ടി അവർ എന്ത് ചെയ്തു, ഹൈ ടാക്സ് ഓൺ ഇമ്പോർട്ട്സിന്റെ മേലെ നല്ല നികുതി ചുമത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇമ്പോർട്ട് അവിടെ കുറയും. ഓക്കെ, പിന്നെ അവർ ചെയ്തു ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ എന്താണ്, നമുക്ക് വേണ്ട സാധനങ്ങളും സാമഗ്രികളും നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് അവർ മുന്നോട്ട് വെച്ച മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഒരു പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ഈ ഒരു പോയിന്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പേരാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രാറ്റജിയാണ്. സോ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി വേർ produce goods domestically rather than import. Okay, produce good domestically rather than import. Okay, അപ്പൊ ഇവിടെ എന്താ, നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്ട്സുകൾ നമ്മൾ തന്നെ എന്താണ് ഉൽപ്പാദിപ്പിക്കുക. ഓക്കെ, ഇനി ഇവിടെ അവർ എന്താ ചെയ്തത്, സ്വന്തമായിട്ട് ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഫസ്റ്റ് 5-year പ്ലാനിലാണെങ്കിൽ അഗ്രികൾച്ചറൽ ഗുഡ്സും സെക്കൻഡ് 5-year പ്ലാനിലാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗുഡും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, എന്നാൽ ഇവിടെ ഒരു എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് അല്ല നമ്മൾ തുടക്ക കാലഘട്ടങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മുന്നോട്ട് വെച്ചത്. അതായത് നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, നമ്മുടെ ഗുഡ്സുകൾ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുക, അത്രയും ഗുഡ്സുകളുടെ ഇറക്കുമതി കുറയ്ക്കുക. എന്നിട്ട് നമ്മളുടെ കയ്യിൽ നിന്നും ഓൾറെഡി നമ്മളെല്ലാം ഇന്ത്യക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ അധികമായി വരുന്ന ഗുഡ്സിനെ നമ്മൾ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക. അപ്പൊ തുടക്കത്തിൽ നമ്മളൊരു എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് അല്ല പ്രൊമോട്ട് ചെയ്തത്, അത് നമ്മളൊരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതായത് നമുക്ക് വേണ്ട ഗുഡ്സ് ഡൊമസ്റ്റിക്കലി നമ്മൾ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അധികമായി വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോർട്ടിലേക്ക് കൊണ്ടുവരിക. ഇനി ഓരോ സ്കീമുകളിലും നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോഴും നമ്മൾ എത്ര എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു പ്ലാനിലേക്ക് നമ്മൾ എത്തി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, പതുക്കെ എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് 5-year പ്ലാനിലോട് കൂടി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു, അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാക്കി കൊണ്ടുവന്നു. ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായി കൊണ്ടുവന്നാൽ എന്താണ്, പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ എന്താ, അവിടെ എംപ്ലോയ്മെന്റ് കൂടും. എംപ്ലോയ്മെന്റ് കൂടി കഴിഞ്ഞാൽ എന്താ, അവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മൾ സെക്കൻഡ് 5-year പ്ലാനോട് കൂടി എന്താണ്, നമ്മുടെ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നു. അങ്ങനെ വന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അധികമായവ പതുക്കെ എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങി. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ
നടന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാനുണ്ട്. ഒന്നാമത്തേതാണ് LIC ഫോം ചെയ്തു. ഓക്കെ, ഈ ഒരു പ്ലാനിന്റെ സമയത്താണ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലെ, LIC ഫോം ചെയ്തു. ഇന്ത്യ US എഗ്രിമെന്റ്, ഇന്ത്യ US എഗ്രിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് പ്രോഗ്രാം എഗ്രിമെന്റ് ആണ് കേട്ടോ. ഇന്ത്യ US എഗ്രിമെന്റ് ഓൺ ഫുഡ് പ്രോഗ്രാം. ഓക്കെ, ഇതും ഈ ഒരു സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു 5 ഇയർ പ്ലാനിൽ നമ്മൾ വെച്ച ടാർഗറ്റ് എത്രയാണ്? വി ടാർഗറ്റഡ് അറൌണ്ട് 4.5% ഓഫ് GDP. ഓക്കെ, എന്നാൽ ആക്ച്വൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 4.2% ഓഫ് GDP. ഓക്കെ, അപ്പൊ അറൌണ്ട് 4.5 വെച്ചു, കിട്ടിയത് 4.2 ആണ്. എന്നാലും വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതും ഏറെക്കുറെ സക്സസ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണല്ലോ. ഇതാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. നെഹ്റു മഹാലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. ഇവിടെ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ബേസിക് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 3 സ്റ്റീൽ പ്ലാന്റുകൾ വന്നു. ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിൽ, ബ്രിട്ടൻ ആണ് സഹായിച്ചത്. ബിലായി ഛത്തീസ്ഗഡ്, റഷ്യയാണ് സഹായിച്ചത്. റൂർക്കേല ഒഡീഷ, ജർമ്മനി സഹായിച്ചു. ദെൻ ഇവിടെ ഫോക്കസ് എന്ന് പറയുന്നത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷനും സെൽഫ് റിലയൻസും അതുപോലെ ഹെവി ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രിയുമായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ ആക്ട് 1956 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഹൈ ടാക്സ് ഓൺ ഇമ്പോർട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ LIC ഫോം ചെയ്തു. ഇന്ത്യ US തമ്മിൽ ഒരു ഫുഡ് പ്രോഗ്രാം എഗ്രിമെന്റിൽ സൈൻ ചെയ്തു. ഓക്കെ, പിന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പഠിക്കുക. എന്താണ്? ഇറ്റ്സ് എ സ്ട്രാറ്റജി വർ we produce goods domestically rather than import. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ അതിന്റെ ടാർഗറ്റഡ് റേറ്റ് നോക്കുക, 4.5% ആണ്. എന്നാൽ കിട്ടിയത് ആക്ച്വൽ എന്ന് പറഞ്ഞാൽ 4.2% ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. അപ്പൊ ഇത്രയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് തേർഡ് 5 ഇയർ പ്ലാൻ. തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കാലഘട്ടം പറയുവാണെങ്കിൽ 1961 to 1966 ആണ് കേട്ടോ. 1961 to 66 ആണ് തേർഡ് 5 ഇയർ പ്ലാന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാൻ അറിയപ്പെട്ടത് ഗാഡ്ഗിൽ മോഡൽ എന്നാണ്. ഓക്കെ, ഈ ഒരു പ്ലാൻ അറിയപ്പെട്ടത് ഗാഡ്ഗിൽ മോഡൽ എന്നാണ്. ഗാഡ്ഗിൽ മോഡൽ എന്നാണ് അറിയപ്പെട്ടത്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് കൊടുത്തത് സെൽഫ് സഫിഷ്യൻസിക്കാണ്. ഓക്കെ, സോ ഗിവ് ഇമ്പോർട്ടൻസ് ടു സെൽഫ് സഫിഷ്യൻസിക്ക് പ്രാധാന്യം കൊടുത്തു. അതുപോലെ തന്നെ എന്താണ് സെൽഫ് സഫിഷ്യൻസി, അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ എന്താണ് ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതിലെല്ലാം പ്രാധാന്യം കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തത് സെൽഫ് സഫിഷ്യൻസി, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്തു. ഓക്കെ, ഈ മോഡൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജോൺ സാൻഡി ആൻഡ് ചക്രബർത്തി മോഡൽ. ഓക്കെ, ജോൺ സാൻഡി ആൻഡ് ചക്രബർത്തി മോഡൽ. ജോൺ സാൻഡി ആൻഡ് ചക്രബർത്തി മോഡൽ എന്നറിയപ്പെടുന്നത്
ഏത് 5 ഇയർ പ്ലാൻ ആണെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ തേർഡ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ് ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എന്നിവയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീറ്റ് പ്രൊഡക്ഷൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, വീറ്റ് പ്രൊഡക്ഷൻ. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഫോക്കസ് ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടെ ഞാൻ പറയാം. ഫോക്കസ് ഏരിയ എടുത്തു പറയുമ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് അഗ്രികൾച്ചർ. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, പിന്നെ രണ്ടാമത്തതാണ് സെൽഫ് സഫിഷ്യൻസി. പിന്നെ മൂന്നാമത്തെ എന്താണ്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതെന്താ നമ്മൾ കഴിഞ്ഞ പ്ലാനിൽ പറഞ്ഞു അല്ലെ. ഓക്കെ, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള പ്ലാനുകളെല്ലാം തന്നെ അവർ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു പ്രധാന എയിം ഉണ്ട്. എന്താണ് നമ്മുടെ എയിം? എക്സ്പോർട്ട് അല്ലെ. എക്സ്പോർട്ടും കൂടെ നമുക്കിനി പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, സോ ഇൻ ഓർഡർ ടു എക്സ്പോർട്ട് to support the export and industry. ഓക്കെ, അപ്പോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻ ഓർഡർ ടു സപ്പോർട്ട് ദ എക്സ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രി. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്കീമുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഫസ്റ്റത്തെ ആണ് 1965 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഓക്കെ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നിലവിൽ വന്നു. അപ്പൊ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നിലവിൽ വരുന്നപ്പോഴാണ് 1965. ഓക്കെ, അതുപോലെ തന്നെ 1962 സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്. ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നു. അതുപോലെ തന്നെ 1964 ഇന്റൻസീവ് കാറ്റിൽ ഡെവലപ്മെന്റ് പ്രോജക്ട് നിലവിൽ വന്നു. ഇന്റൻസീവ് കാറ്റിൽ ഡെവലപ്മെന്റ് പ്രോജക്ട്. ഇന്റൻസീവ് കാറ്റിൽ ഡെവലപ്മെന്റ് പ്രോജക്ട് വന്നു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 3 ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. 3 ഇഷ്യൂസ് ആണ് ഈ ഒരു സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. അതില് ഫസ്റ്റ് ഇഷ്യൂ ആണ് 1962 ഇൻഡോ ചൈന വാർ. ഓക്കെ, ഒന്നാമത്തെ ഇഷ്യൂ ആണ് 1962 ഇൻഡോ ചൈന വാർ. ഇന്ത്യ ചൈന യുദ്ധം നടന്നു. 1965 ഇൻഡോ പാക് വാർ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു. 1966 കാലഘട്ടത്തിൽ കഠിനമായിട്ടുള്ള ഒരു വരൾച്ച നമുക്ക് നേരിടേണ്ടി വന്നു. ഓക്കെ, സിവിയർ ഡ്രോട്ട് നമ്മൾ നേരിട്ടു. ഓക്കെ, അപ്പോ 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും. ഇപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ്, ഈ പദ്ധതിക്ക് അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, ഈ പദ്ധതിക്ക് എന്താണ്, അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ 1962 ഇൻഡോ ചൈന വാർ, 1965 ഇൻഡോ പാക് വാർ, 1965 to 66 സിവിയർ ഡ്രോട്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഗ്രോത്ത് റേറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കാരണം എന്താണ്, നമ്മുടെ ഗ്രോത്ത് റേറ്റ് നന്നായിട്ട് കുറഞ്ഞു. ഓക്കെ, സോ ഗ്രോത്ത് റേറ്റ് ഡിക്ലൈൻഡ്. എത്ര ഗ്രോത്ത് റേറ്റ് നോക്കാം. നമ്മൾ ആക്ച്വലി ടാർഗറ്റ് ചെയ്തിരുന്നത്, ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത് 5.6 ആയിരുന്നു. ഓക്കെ, 5.6 ആണ് ടാർഗറ്റ് ചെയ്തിരുന്നത്.
ടാർഗറ്റഡ് 5.6%. എന്നാൽ ആക്ച്വൽ നമുക്ക് കിട്ടിയത് എത്രയാണ്? കിട്ടിയത് ആകെ 2.84% അങ്ങാണ്ട് നമുക്ക് കിട്ടിയുള്ളൂ. 2.84% അങ്ങാണ്ടേ കിട്ടുള്ളൂ. സോ ടാർഗറ്റ് ചെയ്തത് 5.6 ആണ്, എന്നാൽ ആക്ച്വലി കിട്ടിയത് 2.84 ആണ്. അതിന്റെ കാരണം എന്താണ്? ഒന്ന് ഇന്ത്യ ചൈന യുദ്ധം, അതുപോലെ തന്നെ ഇന്ത്യ പാക് യുദ്ധം, പിന്നെ സിവിയർ ഡ്രോട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സഹായം ചോദിക്കും അല്ലെ? കാരണം ഈ ഒരു പ്ലാന് കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയി. അതിന്റെ പ്ലാൻ ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഇന്ത്യ US-ന്റെ കയ്യിൽ നിന്ന് കുറെ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ വാങ്ങിയിട്ടൊക്കെയാണ്, നമ്മൾ റുപ്പി കൊടുത്ത് പകരം ഫുഡ് ഗ്രെയിൻസ് ഒക്കെ വാങ്ങിയിട്ടൊക്കെയാണ് അന്നത്തെ ക്രൈസിസ് ഒക്കെ തന്നെ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എക്സാമിന് മെയിൻസ് ഒക്കെ ആണല്ലോ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, US-ന്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, സെക്ഷൻ 480 സെക്ഷൻ 480 ഓഫ് പബ്ലിക് ലോ ഓഫ് USA. ഓക്കെ, സെക്ഷൻ 480 പബ്ലിക് ലോ ഓഫ് USA യുടെ പബ്ലിക് ലോ, അതിലെ സെക്ഷൻ 480 ഇത് പ്രകാരമാണ് US നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പ്രകാരം എന്താണ്, US നമുക്ക് ഫുഡ് ഗ്രെയിൻസ് ഒക്കെ തന്നു. സോ USA എക്സ്പോർട്ടഡ് ഫുഡ് ഗ്രെയിൻസ്. ഓക്കെ, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തത് എന്താണ്? പകരം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തത് ഇന്ത്യൻ റുപ്പിയാണ്. ഓക്കെ, നോർമൽ കേസിൽ ഒരു ഡോളറാണ് കൊടുക്കേണ്ടിയിരുന്നത്, പക്ഷെ നമ്മളിവിടെ ഇന്ത്യൻ റുപ്പി വെച്ചിട്ട് എന്താണ് ഫുഡ് ഗ്രെയിൻസ് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അത് സെക്ഷൻ 480 US-ന്റെ പബ്ലിക് ലോയിലെ സെക്ഷൻ 480 പ്രകാരമാണ് ഈ പറഞ്ഞിട്ടുള്ള കൈമാറ്റം നടന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ചില ഏജൻസീസ്, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ചില ഏജൻസീസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്നാണ് 1965 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വന്നു, FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1965. 1964 ഓക്കെ, 1964 എന്ത് വന്നു? 1964 IDBI. IDBI. പിന്നീട് ഓക്കെ, ഒരു മിനിറ്റ്, ഓർഡറിൽ പറഞ്ഞുതരാം. 1963, 1964, then 1965. ഓക്കെ, 1965. ഓക്കെ, ഈ 3 ഡേറ്റ് ആണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അതില് 1963 വന്നിട്ടുള്ളതാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ദെൻ 1964 വന്നിട്ടുള്ളതാണ് IDBI. ദെൻ 1965 വന്നിട്ടുള്ളതാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ FCI. അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷനും വന്നു 1965. ഓക്കെ, അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷനും വന്നു, ഓർത്തു വെക്കുക. അപ്പൊ ഏതൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? 1963 യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വന്നു, 1964 IDBI വന്നു, ദെൻ 1965 FCI വന്നു, അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷനും വന്നു. ഓക്കെ, ദെൻ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത് 5.6 ആണ്, പക്ഷെ നമുക്ക് കിട്ടിയത് 2.84 ആണ് കേട്ടോ. ഇനി IDBIയുടെ ഫുൾ ഫോം വേണമെങ്കിൽ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, എന്താണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതാണ് IDBIയുടെ ഫുൾ ഫോം, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം.
ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഒക്കെ വന്നത്? അറിയാം, നമുക്ക് ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു തേർഡ് ഫയർ പ്ലാൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് സെൽഫ് സഫിഷ്യൻസി. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്, നമ്മുടെ എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു തേർഡ് ഫയർ പ്ലാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. 1961 to 66 ഈ ഒരു പ്ലാൻ കൊണ്ടുവന്നത്. ഇത് ഗാഡ്ഗിൽ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും സെൽഫ് സഫിഷ്യൻസി, അതുപോലെ തന്നെ എന്താണ്, ഫുഡ് ഗ്രെയിന്റെ പ്രൊഡക്ഷൻ, അതുപോലെ ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനായിരുന്നു, അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസിക്കായിരുന്നു, അതുപോലെ തന്നെ എക്സ്പോർട്ട് കൂട്ടാനും കൂടിയായിരുന്നു. ഓക്കെ, അതുപോലെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ വീറ്റ് പ്രൊഡക്ഷനിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വന്നു, സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു, ദെൻ അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യൻ സീ കാറ്റിൽ ഡെവലപ്മെന്റ് പ്രോജക്ട് വന്നു, പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വന്നു, IDBI വന്നു, FCI വന്നു, അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മീഷൻ വന്നു. ഇതെല്ലാം എന്താണ്, തേർഡ് ഫയർ പ്ലാനിലാണെന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇതെല്ലാം വന്നെങ്കിൽ പോലും അവിടെ എന്താണ്, ഇന്തോ ചൈന വാർ, അതുപോലെ ഇന്തോ പാക് വാർ, പിന്നെ അതുപോലെ സീവർ ഡ്രോട്ട് എല്ലാം വന്നതുകൊണ്ട് തന്നെ ഈ പ്ലാനിന്റെ ഗ്രോത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറയുണ്ടായി. ഓക്കെ, അപ്പൊ ടാർഗറ്റ് നമ്മൾ വെച്ചത് 5.6 ആണെങ്കിലും കിട്ടിയത് 2.84 ആണ്. തുടർന്ന് നമ്മൾ US സഹായം അപേക്ഷിച്ചു. അങ്ങനെ US സെക്ഷൻ 480, അവരുടെ പബ്ലിക് ലോയിലെ സെക്ഷൻ 480 പ്രകാരം US എന്ത് ചെയ്തു, നമുക്ക് ഫുഡ് ഗ്രെയിൻസ് എല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്തു. പക്ഷെ പകരം നമ്മൾ എന്താ കൊടുത്തത്, ഇന്ത്യൻ റുപ്പിയാണ് കൊടുത്തത്. പക്ഷെ അവിടെ ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഡോളർ കൊടുത്തിട്ടാണ് സാധാരണ നമ്മളെല്ലാം എക്സ്പോർട്ട് ഒക്കെ ചെയ്യാറ്. ഓക്കെ, പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു, ഇമ്പോർട്ട് എല്ലാം ചെയ്യാറ്. പക്ഷെ എന്താ സംഭവിച്ചത്, നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യൻ റുപ്പി വെച്ചിട്ട് അവിടുന്ന് റൈസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇത്രയാണ് തേർഡ് ഫയർ പ്ലാനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി യെസ്, അപ്പൊ തൽക്കാലം നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് കേട്ടോ. നമ്മളിന്ന് 3 പ്ലാൻസ് അല്ലേ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു പ്ലാൻ ഹോളിഡേ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് 1966 ടു ഒരു 69 എന്ന് പറയുമ്പോൾ ഒരു പ്ലാൻ ഹോളിഡേ ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോർത്ത് പ്ലാനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് എന്ത് പഠിച്ചു, 3 പ്ലാൻസ് ആണ് പഠിച്ചത്. 3 പ്ലാൻസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ഫയർ പ്ലാന്, അതുപോലെ തന്നെ എന്താണ് സെക്കൻഡ് ഫയർ പ്ലാന്, അതുപോലെ തന്നെ തേർഡ് ഫയർ പ്ലാന്. ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം ഞാൻ വിട്ടുപോയെ, സെക്കൻഡ് ഫയർ പ്ലാൻ ഒന്ന് ആഡ് ഓൺ ചെയ്യണേ. അതായത് ഗാന്ധി ബോർഡ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്, ഗാന്ധി കേട്ടോ. ഗാന്ധി ബോർഡ് നിലവിൽ വന്നത് സെക്കൻഡ് പ്ലാനിലാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഗാന്ധി ബോർഡ് കമ്മീഷൻ വന്നത് സെക്കൻഡ് പ്ലാനിലാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ പോലെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങളത് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, യെസ്, ഇന്ന് ശ്രേയ മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, NDC രൂപീകൃതമായത് എന്നാണ്? NDC രൂപീകൃതമായത് എന്നാണ്? NDC ഇയറും വേണം, മന്തും വേണം, ഡേറ്റും വേണം. NDC August 6, 1952 August 6. Okay, very good, very good. Then NDC is a statutory body. True or false? NDC is a statutory body. True or false? False. Then Planning Commission is a constitutional body. True or false? False. Okay. അപ്പൊ അതെന്താണ്, NDCയും പ്ലാനിംഗ് കമ്മീഷൻ ഒക്കെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? അവരെന്ത് ബോഡിയാ? യെസ്, അഡ്വൈസറി ബോഡി. വെരി ഗുഡ്, വെരി ഗുഡ്. Then which plan is called Gadgil model? Which plan is called Gadgil model? Third. Then third plan give importance to dash. എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? തേർഡ് പ്ലാൻ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? തേർഡ് പ്ലാൻ സെൽഫ് സഫിഷ്യൻസി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ദെൻ അപ്പൊ തേർഡ് പ്ലാൻ പറഞ്ഞു. ഇനി ഫസ്റ്റ് പ്ലാനോ? ഫസ്റ്റ് പ്ലാൻ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുത്തത്?
അഗ്രികൾച്ചർ. സെക്കൻഡ് പ്ലാൻ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുത്തത്? ഇൻഡസ്ട്രി. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ, ഗുഡ്. ദെൻ ഇതില് മെഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാ? സെക്കൻഡ്. ഓക്കെ. ഹാറോദ് തോമർ മോഡൽ എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹാറോദ് തോമർ മോഡൽ, അതിന്റെ കോർ പ്രിൻസിപ്പിൾ എന്താ? ഹാറോദ് തോമർ മോഡലിന്റെ ഹാറോദ് തോമർ മോഡൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു മോഡൽ കൊണ്ട്? ഗവൺമെന്റ് സ്പെൻഡിങ് കുറച്ച് പകരം എന്ത് കൂട്ടണം? ഇൻവെസ്റ്റ്മെന്റ്. യെസ്, വെരി ഗുഡ്. ദെൻ തേർഡ് ഫയർ പ്ലാന് സക്സസ് ആയിരുന്നോ ഫെയിലിയർ ആയിരുന്നോ? തേർഡ് പ്ലാൻ ഫെയിലിയർ. അതിന് ഫെയിലിയറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? തേർഡ് പ്ലാൻ ഫെയിലിയർ ആവേണ്ടായിരുന്ന കാരണം? വാർ, ഡ്രോട്ട്. യെസ്, ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്, യെസ്, 5 ഇയർ പ്ലാൻസിന്റെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? KN രാജ്. അപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരായിരുന്നു? ഉൽത്തലൻ നന്ദ. ഓക്കെ. പിന്നെ ഈ KN രാജ് ഇല്ലേ, അദ്ദേഹം ആമുഖം എഴുതി തയ്യാറാക്കിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് 2 ഡെക്കേഡ് നമ്മൾ വളരെ പതുക്കെ ഡെവലപ്പ് ആയാൽ മതി. ഒറ്റയടിക്ക് നമുക്ക് ഒരിക്കലും ഡെവലപ്പ് ആകാൻ പറ്റില്ല. പതുക്കെ സ്റ്റഡി ഹാസ്റ്റ് ആൻഡ് സ്ലോലി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഡെവലപ്മെന്റിലേക്ക് എത്തേണ്ടത് എന്നുള്ളത് KN രാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളുടെ കോട്ട് ഒന്ന് ഓർത്ത് വെക്കാം. അതായത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഷുഡ് ഹാസ്റ്റ് ആൻഡ് സ്ലോലി ഫോർ ദ ഫസ്റ്റ് 2 ഡെക്കേഡ്സ് എന്നുള്ളതാണ്. അപ്പൊ അത് പറഞ്ഞിട്ടുള്ളത് ഈ KN രാജാണ്. അതിന്റെ കറക്റ്റ് മീനിങ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒറ്റയടിക്ക് എന്താ ഡെവലപ്പ് ആകുന്നത്, പതുക്കെ പതുക്കെയാണ് നമ്മൾ ഡെവലപ്മെന്റിലേക്ക് എത്തേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ ആണോ? ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടത്? ഓക്കെ, ബുക്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ പ്ലാനിങ്ങിന് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എക്കണോമിക് ആണെങ്കിൽ നമുക്ക് +1 NCERT ചാപ്റ്റർ ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നമുക്ക് നോക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ എക്കണോമിയുടെ അഡ്വാൻസ് ബുക്ക് നോക്കുവാണെങ്കിൽ ഒരെണ്ണം നമ്മുടെ ഇന്ത്യൻ എക്കണോമി കുറെ ബുക്കുകൾ എക്കണോമിക്സ്. ഓക്കെ, ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടത് എക്കണോമിക്സ്? അതിൽ കുറെ ബുക്കുകൾ ഉണ്ട് ആക്ച്വലി എക്കണോമിക്സിന്. ഇപ്പൊ പ്ലാനിങ് അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ സെപ്പറേറ്റ് ബുക്കുകൾ ഇല്ല. അപ്പൊ നിങ്ങൾ ഗൈഡ് നോക്കുക, പ്ലസ് എന്ത് ചെയ്യുക, ഇന്ത്യൻ എക്കണോമിക് നിതിൻ സിൻഹാനിയുടെ ഒരു ബുക്ക് ഉണ്ട്, അത് നല്ല ബുക്കാണ്. ആക്ച്വലി കുറച്ചു സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് അത് വായിക്കാറ്. നിതിൻ സിൻഹാനി, ഇന്ത്യൻ എക്കണോമി ബൈ നിതിൻ സിൻഹാനി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ശങ്കർ ഗണേഷ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്കണോമി ബുക്സ് എന്ന് പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിലബസ് പ്രകാരം ചോദിക്കുന്നത് ഈ പ്ലാനിങ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ഇൻഡിപെൻഡൻസ്, ഇതൊക്കെയാണ് ആക്ച്വലി ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ഹിസ്റ്ററി പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. അതിലിപ്പോ ഈ പ്ലാനിങ്ങും അതുപോലെ നീതി ആയോഗും മാത്രമാണ് പിന്നെ എക്സ്ട്രാ വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ബുക്കിനേക്കാളും ഉപരി നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്റർനെറ്റ് സോഴ്സസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പ്ലാനിങ് അതിനൊക്കെ ബുക്കുകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നിതിൻ സിൻഹാനിയുടെ ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞ ബുക്കിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്, അത് വായിക്കാം. അതുപോലെ തന്നെ എന്താണ് അതിൽ വേറെ ചാപ്റ്ററും കൂടെ വരുന്നുണ്ട്, ഇപ്പൊ നമ്മുടെ ഈ ബ്രിട്ടീഷ് എറയുടെ സമയത്ത് അഗ്രികൾച്ചർ എങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ബാക്കി എല്ലാം അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ എക്കണോമിക്സിന് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചില്ലേ അതേ പോയിന്റ്സുകളാണ്. അതായത് ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നാഷണൽ ഇൻകം, അങ്ങനത്തെ ചാപ്റ്റേഴ്സിനാണ് പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത്.
ഓക്കെ. ബാലൻസ് ഓഫ് പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്കിവിടെ മെയിൻസ് ആയപ്പോൾ തന്നെ എന്താണ് ആ സിലബസ് എല്ലാം അവർ കളഞ്ഞിട്ടുണ്ട്. പകരം നമുക്ക് ഇവിടെ എന്താണ് ആ ഒരു ബ്രിട്ടീഷ് എറ തൊട്ടിട്ട് അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഈ ഒരു മാതൃകയിൽ നമ്മുടെ എക്കണോമിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ ഒരു എക്സാക്ട്ലി ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഗൈഡ് നോക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ദിൻ സിൻഹാനിൽ 2 ചാപ്റ്റർ ഉണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വായിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ കാരണം ഫയർ പ്ലാൻസ് അതുപോലെ നീതി ആയോഗ് ഇതെല്ലാം എന്താണ് നമുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് മാക്സിമം എന്ത് ചെയ്യാം പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇൻക്ലൂസീവ് ഗ്രോത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ നീതി ആയോഗിന്റെ ഇൻഡെക്സുകളിൽ നമ്മുടെ റാങ്ക് എത്രയാണ്? ഇപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിലൊക്കെ നമ്മുടെ റാങ്ക് എത്രയാണ്? അതിൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ്, താഴെ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ്, കേരളത്തിന്റെ സ്ഥാനം എന്താണ്, ഇങ്ങനെയൊക്കെ നോക്കുക. 17 SDG ഗോൾ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഏതെല്ലാം ഗോൾസ് കേരളം അച്ചീവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒന്ന് നോക്കുക. അപ്പൊ കൂടുതൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ലിങ്ക് ചെയ്തിട്ട് പഠിച്ചാൽ മതി. പിന്നെ ഈ ക്ലാസ് ഉണ്ടല്ലോ, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ഇത് നന്നായിട്ട് ഫോളോ ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി. എന്നാലും വേറെ ബുക്ക് നോക്കേണ്ട ആവശ്യമില്ല. NCERT നന്നായിട്ട് വായിക്കാം. NCERTയിൽ നമുക്ക് +1 ഒരു ചാപ്റ്റർ ഉണ്ട്, ഇന്ത്യ അറ്റ് ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അത് എന്തായാലും ക്വസ്റ്റ്യൻ വരും. കാരണം നമ്മുടെ ഇന്ത്യയുടെ GDP തുടക്കകാലത്ത് എങ്ങനെയായിരുന്നു, പിന്നീട് അത് എങ്ങനെയാണ് അത് മാറിയത്, ബ്രിട്ടീഷുകാർ എന്തൊക്കെ പോളിസീസ് വന്നപ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ. അപ്പൊ അത് ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ ബുക്കിന്റെ കറക്റ്റ് ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിതിൻ സിൻഹാനിയുടെ ഇന്ത്യൻ എക്കോണമി സജസ്റ്റ് ചെയ്യുന്നു. അതിൽ തന്നെ എല്ലാ ചാപ്റ്ററും ഇല്ല കേട്ടോ, 2-3 ചാപ്റ്റർ അങ്ങാണ്ട് നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ നമുക്ക് PSCയുടെ ഗൈഡ് ഉണ്ടല്ലോ, ഗൈഡും തന്നെ ഫോളോ ചെയ്യാം. ഗൈഡിലും തന്നെ പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും മാത്രമേ കറക്റ്റ് ആയിട്ട് പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ് പഴയ എക്കണോമിയുടെ സിലബസ് തന്നെയാണ് അതിലെല്ലാം പറയുന്നത്. പിന്നെ NCERT നോക്കുക, +1 NCERT നോക്കുക. പിന്നെ കൂടുതൽ നിങ്ങൾ ഇന്റർനെറ്റ് സോഴ്സുകൾ ആശ്രയിക്കുക. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ 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 താങ്ക് യു. സോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.